ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നേന്ത്രപ്പഴവും അരിപ്പൊടിയും കൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉള്ള അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിൽ ചൂടുവെള്ളം ഉപയോഗിച്ചാണ് അതിനെ കുഴച്ചെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ചൂടുവെള്ളം കുറച്ച് വീതം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് കുഴച്ചെടുക്കണം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ചൂട് ആറിയ ശേഷം നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് പരുവാക്കി എടുത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ മാവ് കുഴച്ചെടുക്കുമ്പോൾ. അപ്പം ഞാനവിടെ മാവ് നല്ലതുപോലെ കുഴച്ച് പരുവാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ആ പഴം ഒന്ന് നമുക്ക് വാട്ടിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തൊലിയൊക്കെ കറുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ തൊലി കറുത്തന്നേ ഉള്ളൂ കേട്ടോ, പഴത്തിന് ഒരു കേടും പറ്റിയിട്ടില്ല, നല്ല പഴമാണ്. അപ്പം ഞാനതിവിടെ റൗണ്ടിനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പഴമൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പം ഞാനവിടെ പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കൂട്ടുകാരും ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞാനും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാനവിടെ പഴം ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അധികം നമ്മൾ മുരിഞ്ഞ് വരണ്ട, അതിനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ഇവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി തിരിച്ച് ഇതുപോലെ മറു സൈഡും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനതിവിടെ 2 സൈഡും നല്ലതുപോലെ ഇതൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി ഒരു വാഴയില ഞാൻ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു വലിയ ബോളിൻ്റെ വലിപ്പത്തിൽ നമുക്കിവിടെ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് കൈ കൊണ്ട് പരത്തി കൊടുക്കണം. നമ്മൾ പരത്തി കൊടുക്കുന്ന മുമ്പേ ഒന്ന് കയ്യിൽ വെള്ളം തൊട്ടിട്ട് പരത്തുകയാണെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനതിവിടെ നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വയ്ക്കുന്നത് തേങ്ങയും ശർക്കരയും കൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ മധുരം കുറച്ച് മതിയായതുകൊണ്ട് ഞാൻ ഇവിടെ കുറച്ച് അളവിൽ ശർക്കരയും തേങ്ങയും വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ വാട്ടി വെച്ചിരിക്കുന്ന പഴവും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴവും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഇലയടയ്ക്ക്. അപ്പം ഞാൻ അതിന് ശേഷം ഇതിനെ ഒന്ന് മടക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇല വാട്ടിയിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നല്ലതുപോലെ മടക്കിയൊക്കെ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് അത് കീറിപ്പോകും കേട്ടോ. ഇല നമ്മളിതുപോലെ വാട്ടിയിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന എല്ലാം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ പഴുത്തിരിക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കില്ലല്ലോ. പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ അത് ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അപ്പം ഞാനവിടെ എല്ലാം ഇലയുടെയും പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പലഹാരങ്ങളൊക്കെ എണ്ണ ചേർക്കാതൊക്കെ തയ്യാറാക്കുന്ന പലഹാരങ്ങൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയാണല്ലേ കഴിക്കാൻ. ഇലയുടെയൊക്കെ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണില്ല. അപ്പം ഞാനതിവിടെ എല്ലാം ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പം ഞാനതിവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം നല്ല ചൂടുണ്ട്. അപ്പം നമുക്കൊന്ന് പതുക്കെ ഒന്ന് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇലയുടെ ഇവിടെ തയ്യാറായിട്ടുണ്ട്.
നേന്ത്രപ്പഴവും അതുപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഇത് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കാനും മറന്നു പോവല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ.